സ്ത്രീ ശാക്തീകരണത്തെപ്പറ്റിയും സ്ത്രീ സമത്വത്തെപ്പറ്റിയും നിരന്തരം പറയുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ നൽകുന്ന സൂചന. സ്ത്രീധനം സ്ത്രീകൾക്ക് നൽകുന്ന പാരിതോഷികമാണെന്നാണ് പൊതുവെ പറയുന്നത്. എന്നാൽ സ്ത്രീധനം പറഞ്ഞുറപ്പിച്ചുള്ള വിവാഹങ്ങളാണ് നമ്മുടെ നാട്ടിൽ ബഹുഭൂരിപക്ഷവും. അല്ലാതുള്ള വിവാഹങ്ങൾ അപൂർവമാണെന്ന് പോലും പറയാം. സ്ത്രീധനം കുറയുമ്പോൾ ഭർതൃവീട്ടുകാർ സ്ത്രീയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നു. ഉത്ര, പ്രിയങ്ക, വിസ്മയ, അർച്ചന അങ്ങനെ അറ്റമില്ലാതെ നീളുന്ന കൊലപാതക കഥകളാണ് ഇതിന്റെ ഫലം. ഓരോ സ്ത്രീധന പീഡനവും അതുമൂലമുണ്ടാകുന്ന മരണങ്ങളും ചർച്ചയാകുമ്പോൾ മാത്രം ചർച്ച ചെയ്യുന്ന വിഷയമാണ് സ്ത്രീധന നിരോധന നിയമം. ഈ നിയമത്തിന്റെ സംരക്ഷണം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സ്ത്രീധനം എന്ന വിപത്ത് സർവ്വസാധാരണമായി തുടരുന്നതും അതിന്റെ പേരിൽ സ്ത്രീകൾക്ക് ജീവനും ജീവിതവും നഷ്ടപ്പെടുന്നതും? ഇപ്പോഴത്തെ സുപ്രീം കോടതി തന്നെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് നിർണായക വിധി പറഞ്ഞിരിക്കുകയാണ്. വിവാഹ സമയം വധുവിന് വീട്ടുകാർ നൽകുന്ന സമ്പത്ത് അഥവാ സ്ത്രീധനത്തിൽ ഭർത്താവിന് അധികാരമോ അവകാശമോ ഇല്ലെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിസന്ധി സമയത്ത് ഭാര്യയുടെ സ്വത്ത് ഉപയോഗിച്ചാൽ അത് തിരിച്ചു നൽകാൻ ഭർത്താവിന് ധാർമ്മിക ബാധ്യതയുണ്ടെന്നും സുപ്രീം കോടതി പറയുന്നു. മലയാളി ദമ്പതിമാരുടെ കേസ് പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ നിരീക്ഷണം. വിവാഹ സമയത്ത് വീട്ടുകാർ സമ്മാനമായി നൽകിയ 89 പവൻ സ്വർണം ഭർത്താവും ഭർതൃവീട്ടുകാരും ചേർന്ന് ദുരുപയോഗം ചെയ്തുവെന്ന് കാട്ടിയാണ് യുവതി നിയമ നടപടി ആരംഭിച്ചത്. വിവാഹത്തിന് ശേഷം തന്റെ പിതാവ് ഭർത്താവിന് 2 ലക്ഷം രൂപ നൽകിയതായി യുവതിയുടെ പരാതിയിൽ പറയുന്നു. വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രി തന്നെ ഭർത്താവ് ആഭരണങ്ങൾ ഊരിവാങ്ങി സുരക്ഷിതത്വത്തിന്റെ പേരിൽ ഭർതൃമാതാവിനെ ഏൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് മുൻകാല സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ തന്റെ സ്വർണം ഇവർ ദുരുപയോഗം ചെയ്തതായി യുവതി പറയുന്നു. ഭർത്താവും അമ്മയും ചേർന്ന് പരാതിക്കാരിയുടെ സ്വർണ്ണാഭരണങ്ങൾ ദുരുപയോഗം ചെയ്തുവെന്നും ഈ നഷ്ടം ഭർതൃവീട്ടുകാർ നികത്തണമെന്നും 2011 കുടുംബ കോടതി വിധിച്ചു. എന്നാൽ കേസ് കേരള ഹൈക്കോടതിയിൽ എത്തിയതോടെ കുടുംബ കോടതിയുടെ ഈ ഇളവ് റദ്ദാക്കുകയായിരുന്നു. ഭർത്താവും അമ്മയും ചേർന്ന് സ്വർണ്ണാഭരണങ്ങൾ ദുരുപയോഗം ചെയ്തതായി സ്ഥാപിക്കാൻ യുവതിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതി കുടുംബ കോടതി ഉത്തരവ് റദ്ദാക്കിയത്. തുടർന്ന് ഹൈക്കോടതി ഉത്തരവിനെതിരെ യുവതി സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. സ്ത്രീധന സ്വത്ത് ഭർത്താവിന്റെയും ഭാര്യയുടെയും സംയുക്ത സ്വത്തായി മാറില്ലെന്ന് സുപ്രീം കോടതി ബെഞ്ച് വ്യക്തമാക്കി. ഭർത്താവിന് ഉടമസ്ഥൻ എന്ന നിലയിൽ സ്വത്തിന്മേൽ അവകാശമോ സ്വതന്ത്രമായ ആധിപത്യമോ ഇല്ലെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. വിവാഹത്തിന് മുൻപോ വിവാഹ സമയത്തോ അതിനുശേഷമോ ഒരു സ്ത്രീക്ക് വീട്ടുകാർ സമ്മാനിക്കുന്ന സ്വത്തുക്കൾ അവളുടെ സ്ത്രീധന സ്വത്താണ്. അത് സ്വന്തം ഇഷ്ടപ്രകാരം വിനിയോഗിക്കാനുള്ള എല്ലാ അവകാശങ്ങളുമുള്ള സ്ത്രീയുടെ സമ്പൂർണ്ണ സ്വത്താണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ദുരിതകാലത്ത് ഭർത്താവ് ഈ സ്വത്തുക്കൾ ഉപയോഗിച്ചാലും ഭാര്യയ്ക്കത് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യതയുണ്ടെന്നും കോടതി വ്യക്തമാക്കി. 2009 8 ലക്ഷത്തിലധികം രൂപയുണ്ടായിരുന്ന 89 പവൻ സ്വർണത്തിന് പകരം പണം തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ യുവതിക്ക് ആരംഭിക്കാമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോഴും കേരളത്തിന് അപമാനമായി സ്ത്രീധനത്തിന്റെ പേരിൽ രക്തസാക്ഷിത്വം വഹിക്കുന്ന യുവതികളുടെ പട്ടികയിൽ കാര്യമായ കുറവൊന്നുമില്ല. നിയമപരിരക്ഷ നിലവിലുണ്ടെങ്കിലും സ്ത്രീധനം കൊടുക്കലും വാങ്ങലും വിവാഹ മാർക്കറ്റിൽ ഒരു അപ്രഖ്യാപിത ഉടമ്പടിയായി ഇന്നും തുടരുന്നു. കെട്ടിച്ചയക്കുന്ന വീട്ടിൽ മക്കളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ മിതമായ തുകയും ലക്ഷറി കാറുകളും സൗകര്യങ്ങളും നൽകി ആത്മസംതൃപ്തി കൊള്ളുന്ന രക്ഷിതാക്കൾക്കും ഈ ദൗർലഭ്യം മുതലെടുത്ത് ഘനമുള്ള സ്വപ്നങ്ങൾ കാണുന്ന ചെറുക്കനും വീട്ടുകാർക്കും ഇന്നും പഞ്ഞമില്ല.